എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പതേപോലെ തന്നെ ആര്യൻ ഡെലിവറി കൊടുക്കാനായിട്ട് കൊണ്ട് പോവാണ്. പോകുന്ന വഴിക്ക് വെച്ചാണ് ആനന്ദിനെ കാണുന്നത്. ആനന്ദിനെ കണ്ടതും ആര്യന് ഭയങ്കര സന്തോഷമായി. ആര്യൻ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഈ സമയം ആനന്ദ് പറഞ്ഞു, എന്നാലും നിന്നോട് ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞിട്ട് നീ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആനന്ദ് ഭയങ്കര സങ്കടപ്പെടുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, അതിനെ ആനന്ദേട്ടൻ സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞ്? ആനന്ദേട്ടനെ ചേരുന്ന പെൺകുട്ടി തന്നെയാ ആനന്ദേട്ടന്റെ ബുഡ്ബിയായിട്ട് ഞാൻ കണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ടു ആനന്ദ് ചോദിച്ചു, നീ എങ്ങനെ കണ്ടു? അതൊക്കെ ഞാൻ കണ്ടു, എനിക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു, നിങ്ങൾ രണ്ടും നല്ല മാച്ചാന്ന് പറയാണ്. ഇത് കേട്ടത് ആനന്ദ് പറഞ്ഞു, കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞിരുന്ന ഞാനാ, പക്ഷെ എന്തോ ആ പെൺകുട്ടിനെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ ഈ കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ മസിൽ പിടിച്ച നീ വരുവാണെങ്കിൽ കല്യാണം മുടക്കാന്നൊക്കെ ഓർത്തിരുന്ന, പക്ഷേ എങ്കില് എന്താണെന്നറിയത്തില്ല, ഒരുപക്ഷെ അച്ഛൻ ഇത്രയും കാത്തു കെട്ടി ഇരുന്നോണ്ടായിരിക്കും. എന്നാലും നല്ലൊരു പെൺകുട്ടിയെ തന്നെ എനിക്ക് കിട്ടിയത് എനിക്ക് സന്തോഷമായെന്ന് പറയാം. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, അത് പിന്നെ ആനന്ദേട്ടന്റെ മുഖത്തുനിന്ന് ആ സന്തോഷം എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാം. അതെ, കല്യാണത്തിനെങ്കിലും നീ വരണം കേട്ടോ എന്ന് പറയണം. അല്ല, ഇനി ബാക്കി കാര്യങ്ങളോ? അതൊന്നും അറിയില്ല, അച്ഛൻ ഉടനെ തീരുമാനിക്കുമെന്ന് പറഞ്ഞെന്ന് പറയാം. എൻഗേജ്മെന്റ് കാണും, കല്യാണമൊക്കെ കാണും, ആ സമയത്ത് നീ ഇങ്ങനെ മാറി നിൽക്കരുത്, മാറി എന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരുമെന്ന് പറയണം. ആനന്ദേട്ടൻ ധൈര്യമായിട്ട് വെക്കോ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ഇനിയിപ്പൊ ഞാനുണ്ടേലും ഇല്ലേലും നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കണം, അറിയാലോ. എല്ലാത്തിനും അച്ഛൻ കാണും, പിന്നെ അച്ഛൻ ആലോചിച്ചുറപ്പിച്ച് കൊണ്ടുവന്ന ബന്ധമല്ലേ, അതുകൊണ്ട് ഒരു കാരണവശാലും മോശമായിട്ടൊന്നും പോകുന്നില്ല. ആനന്ദേട്ടൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ. പിന്നെ അച്ഛന്റെ മനസ്സിന് സന്തോഷമായി കാണുമല്ലോ, ഞങ്ങൾ രണ്ട് മക്കളെ പോലെ വിളിച്ചിറക്കിക്കൊണ്ടൊന്നുമല്ല വരുന്നത്. അച്ഛന്റെ അന്തസ്സിന് ഒത്തിരി കല്യാണമായിരിക്കും നടക്കാൻ പോകുന്നത്. ഇനിയിപ്പൊ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു അധികപ്പറ്റാവുമെന്ന് അറിയത്തില്ലെന്ന് പറയാം. ദേ ആര്യ, എല്ലാം ഞാൻ പറഞ്ഞേക്കാം, ഈ ഒരു കാര്യം മാത്രം നീ വെറുതെ അനാവശ്യം പറയണ്ട കേട്ടോ. ആർക്കും അങ്ങനെയൊന്നും തോന്നത്തൊന്നുമില്ല, നീ അങ്ങോട്ട് വന്നാൽ മാത്രം മതി. പിന്നെ അച്ഛന്റെ സ്വഭാവം അറിയാലോ, അച്ഛന്റെ പിടിവാശിയെ കുറിച്ച് അറിയാലോ. നീ വന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നവിടെ അമ്മയായിരിക്കും എന്ന് പറയാം. അതൊക്കെ എനിക്കറിയാം ആനന്ദേട്ടാന്നൊക്കെ പറയാണ്. പിന്നീട് എന്നാ ശരി ഞാനങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു ആനന്ദ് ജോലിക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം ബാലൻ ഭയങ്കര സന്തോഷത്തിലാ. ബാലന് പറഞ്ഞിട്ടും അവിടുത്തെ കാര്യങ്ങളും തീരുന്നില്ല. ബാലൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പം ഗോമതി പറഞ്ഞു, ബാലേട്ടൻ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ, ഇതുവരെ ആയിട്ടും ഇത് തീർക്കാറായില്ലേന്ന് ചോദിക്കാം. അത് പിന്നെ ഗോമതി, ഞാൻ ഇനിയും പറയും, പറഞ്ഞാലും തീരത്തില്ല. ആ പെൺകുട്ടീനെ കാണാൻ എന്തൊരു ഭംഗിയാ, ശരിയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, അത് ശരിയാ, ഭംഗിയൊക്കെ തന്നെയാ. മീനാക്ഷി പറഞ്ഞു, അത് ശരിയാ, ആനന്ദേട്ടന് നന്നായിട്ട് ചേരുമെന്ന് പറയാം. ഇതാ പറഞ്ഞേ, ഇത്രയും കാലം കാത്തിരുന്നല്ലേ അവന് എന്റെ മോന് നല്ലൊരു ബന്ധം കിട്ടിയിരിക്കുന്നേ. നീ അച്ഛൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നടക്കൂന്ന് അവൻ വിചാരിക്കണം. കല്യാണം പോലും വേണ്ടെന്ന് വെച്ചാലേ അവൻ എന്തുകൊണ്ടാ പെട്ടെന്ന് ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടെ? കാണാനും കൊള്ളാം, അതുപോലെ തന്നെ സ്വഭാവം നല്ലതെന്ന് അവന് തോന്നിയതുകൊണ്ടല്ലേ നിൽക്കും. ഗോമതി പറഞ്ഞു, അത് ശരി തന്നെയാന്ന് പറയാ. ഈ സമയം ആകാശ് പറഞ്ഞു, എന്നാലും ആനന്ദേണ്ട മാറ്റം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലാത്ത, കല്യാണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയപ്പോ പോലും അങ്ങനെ പറഞ്ഞ ആള് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നേരെ സ്വഭാവം കൂടെ മാറ്റിയിരിക്കുന്നു. എനിക്ക് ഈ പെൺകുട്ടിയെ തന്നെ മതിയെന്നും പറഞ്ഞോണ്ട് കൊള്ളാന്ന് പറയണേ. ഈ സമയം ബാലൻ പറഞ്ഞു, അതാണ് ഈ ബാലന്റെ മിടുക്ക്, കണ്ടില്ലേ, ഈ കല്യാണം ഞാൻ നന്നായിട്ടങ്ങ് നടത്തും, എല്ലാരും കാണിച്ചു കൊടുക്കും, അങ്ങ് അവിടെ കൃഷ്ണമംഗലംകാരൊക്കെ അറിയട്ടെ ഈ ബാലന്റെ മിടുക്ക് എന്താന്ന്, ബാലന്റെ കഴിവെന്താന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു കല്യാണപ്പന്തൽ വരും, നമ്മൾ അടിപൊളിയായിട്ട് ആർഭാടമായിട്ട് വിവാഹം അങ്ങോട്ട് നടത്തുമെന്ന് പറയാം. ഗോമതി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ആരിനോടും കൂടെ പറയണം. ദേ വീണ്ടും തുടങ്ങി അവള്, നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളല്ലേ ഗോമതി, ഈ വിഷയം നീ എടുത്തിടല്ലെന്ന്. എന്ത് പറഞ്ഞാലും അവള് ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത്, അതെ ഇനിയിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നറിയാവോ? എൻഗേജ്മെന്റ് ഉണ്ട്, വിവാഹമുണ്ട്, ഡ്രസ്സ് എടുക്കണം, ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ടെന്ന് പറയണം. ഇനി കടയിലേക്ക് ഇനിയിപ്പോ അധികം പോക്കൊന്നും ഉണ്ടാകത്തില്ല, കല്യാണം കഴിയുന്നോടം വരെ ഒരു സമാധാനക്കേടായിരിക്കും എന്ന് പറയാം. ആകാശം പറഞ്ഞു, അതിന് അച്ഛനെന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്? ഓ, നിനക്കത് പറഞ്ഞാൽ മതി, കാരണം നീ വിളിച്ചോണ്ട് വന്നായതുകൊണ്ട് നിനക്ക് ഈ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നല്ലോ, ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചല്ലേ. പക്ഷെ അങ്ങനെയല്ല, നാലാള് അറിഞ്ഞും കേട്ടു ഒരു കല്യാണം നടത്തുമ്പോൾ അതിന് അതിൻ്റെതായ രീതികളൊക്കെ ഉണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, എല്ലാം ചെയ്യണം, ഒന്നിനും ഒരു കുറവ് വരില്ല. കാരണം ദേവമംഗലത്തെ ആദ്യത്തെ വിവാഹം നടക്കാൻ പോണെന്ന് പറയാം. ഇതോടെ ഗോമതി പറഞ്ഞു, അങ്ങനെയല്ലോ, ബാക്കി രണ്ട് വിവാഹം നടന്നതല്ലേ, അത് വിവാഹം എന്ന് പറയാൻ പറ്റുമോ? ഒളിച്ചോട്ടം അല്ലായിരുന്നോ? അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയിപ്പിക്കായിരിക്കുന്ന നല്ലത് എന്ന് ബാലൻ പറയണേ. ഇത് കേട്ടതും ഗോമതി ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി അകത്തേക്ക് കയറി പോവാണ്. ബാലൻ പറഞ്ഞു, നീ അങ്ങോട്ട് പോകാൻ വരട്ടെ, അതെ വിളിക്കേണ്ട ആൾക്കാരുടെ ഒക്കെ ലിസ്റ്റ് എടുക്കണം, അറിയാലോ, ആരെയും വിട്ടുപോരെന്ന് പറയണം. പിന്നീട് ആകാശിനോടൊക്കെ പറഞ്ഞു, നിനക്ക് ആരുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും വിളിക്കണം എന്ന് പറയാം. അനുസരി പറഞ്ഞു, അതെ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാനും വിളിക്കുമെന്ന് പറയാം, ആരെ വേണം വിളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാണ്. പിന്നീട് മീനാക്ഷിയോട് പറഞ്ഞു, മീനാക്ഷിയുടെ ഓഫീസിലെ സഹപ്രവർത്തകരെയൊക്കെ വിളിക്കണം. മീനാക്ഷി പറഞ്ഞു, അതൊക്കെ ഞാൻ വിളിച്ചോളാം അച്ഛാന്ന് പറയണം. അങ്ങനെ
ബാലൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നടക്കാൻ പോകുന്ന ആദ്യത്തെ കല്യാണമാണെന്നൊരു ചിന്തയാണ് ബാലന്റെ മനസ്സിൽ. ഈ സമയം ആകെപ്പാട് ടെൻഷൻ അടിച്ച് ശ്രീദേവി ഇരിക്കുകയാണ്. ശ്രീദേവിയുടെ ഇരിപ്പുണ്ടാകുമ്പത്തേനും വിനോദിനി ചോദിച്ചു, ഇതെന്താ മോളെ നീ ഇങ്ങനെ ഇരിക്കണേ, നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ശ്രീകല പറഞ്ഞു, എൻ്റെ അമ്മേ ചേച്ചിക്കാണ് ആകെപ്പാടെ വിഷമം എന്ന് പറയണേ. വിഷമം എന്തിനാ വിഷമിക്കണേ? ആകെപ്പാട് ടെൻഷനാ, ചേച്ചി അവരെ ചതിക്കുവാണോ എന്നൊരു ചിന്ത. അതിന്റെ ഒന്നും കാര്യമില്ല മോളെ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞങ്ങളല്ലേ കൂടെ. ഞങ്ങൾ തെളിയിക്കുന്ന വഴിയെ നീ അങ്ങോട്ട് നടന്നാൽ മാത്രം മതി, അറിയാലോ. പിന്നെ എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ അവിടെ കയറി പറ്റിയാ പിന്നെ ഒന്നും ചിന്തിക്കണ്ട. നിനക്ക് നല്ലൊരു ബന്ധമാണ് കിട്ടാവുന്നേ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണ് കിട്ടിയിരിക്കുന്നത്. ഈ അച്ഛനും അമ്മയും നിനക്കൊരു നല്ല ബന്ധം കൊണ്ടെത്തരുന്ന് പറഞ്ഞില്ലേ? ആ ചെറുക്കനെ തന്നെ കണ്ടോ, നല്ല ജോലിയുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്. നീ അവിടെ ചെന്നാൽ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളും. അല്ലമ്മേ, എന്നാലും അവിടെ ചെന്ന് കള്ളത്തര കണ്ടുപിടിക്കോ? എന്ത് കണ്ടുപിടിക്കാനായിട്ട്? ഒന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നീയൊക്കെ ആ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചേ. എന്നിട്ട് വീട്ടിലടുത്ത് ജോലി ഉണ്ടെന്ന് പറയാണ്. പിന്നീട് ശ്രീദേവി അങ്ങോട്ട് പോയാൽ ശ്രീദേവിയുടെ മനസ്സിൽ പല പല ചിന്തകളുമായിരുന്നു വരുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറത്ത് ഒരു വിളിശബ്ദം കേട്ട്, ഇവിടെ ആരുമില്ലേന്ന് ചോദിച്ചു. അപ്പത്തേനും ആദ്യം ഉദയഭാനും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. പുറകെ അവരെല്ലാം കൂടെ ഇറങ്ങി ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പൈസ കടം മേടിച്ച് അവരായിരുന്നു വന്നത്, ചോദിക്കാൻ വേണ്ടി വന്നതാ. കാരണം ദൈവമേ പെട്ടുപോയല്ലോ എന്ന് ഓർത്ത് ഉദയഭാനു ഇത് എന്താ കാര്യം ചോദിക്കാം. അല്ല, നിങ്ങൾ പണം മേടിച്ചിട്ട് എതിരായിട്ട് ഞങ്ങൾക്ക് കൊണ്ടേ തന്നില്ലല്ലോ, എത്ര വട്ടം നിങ്ങളെ വിളിച്ചു, നിങ്ങൾ ഫോൺ പോലും എടുത്തില്ലോ എന്ന് പറയാം. അത് പിന്നെ ഉദയഭാനു പറഞ്ഞ് കുറച്ച് തിരക്കായി, അതുകൊണ്ടാന്ന് പറയണേ. എന്ത് തിരക്കുണ്ടെങ്കിലും കുഴപ്പമില്ല, മര്യാദയ്ക്ക് ഞങ്ങളുടെ പൈസ കിട്ടണമെന്ന് പറയാം. ഇത് കേട്ടപ്പോഴത്തേനും വിനോദിന് പറഞ്ഞു, പൈസ എന്ത് പൈസ? ഓഹോ, ഇപ്പൊ അങ്ങനെയാന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോഴത്തേനും അവർ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പൈസ ഇപ്പൊ ഈ സെക്കൻഡിൽ കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറുമെന്ന് പറയാം. വിട്ടുകൊടുക്കാൻ വിനോദിന് തയ്യാറായില്ല. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചാൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ കൊണ്ടേ കേസ് കൊടുക്കുക പൈസ മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓഹോ, പൈസ മേടിച്ച് കാര്യം കണ്ട് തിരിച്ചു ചോദിക്കുമ്പോഴും ചീത്ത പറയുന്നു. ഉദയഭാനു പറഞ്ഞു, ഈ സ്ഥലം അത്ര ശരിയല്ല, എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാൻ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു, പൈസ മേടിച്ചോടെ തരിക തന്നെ ചെയ്യും, അല്ലാതെ ഞങ്ങളുടെ ഈ കയ്യിൽ ഉണ്ടായിട്ട് ഞങ്ങളില്ലാതെ ഇല്ലെന്ന് പറയുന്നല്ലെന്ന് പറയണം. നിങ്ങൾ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നറിയാം, അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വലിയ ആള് കളിക്കണ്ട. ഞങ്ങളോട് കേസ് കൊടുക്കുമെന്നറിയാം, കൊണ്ടേ കേസ് കൊടുക്കുക. അപ്പം ഞങ്ങളും പറഞ്ഞോളാം, ഞങ്ങൾ ആരുടെയും കയ്യിൽ നിന്ന് പൈസ ഒന്നും മേടിച്ചത്, നിങ്ങൾ വെറുതെ കള്ളത്തരം പറയുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞ് രണ്ടും വഴക്കായി. അവസാനം വിനോദിനി പറഞ്ഞു, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി പെശക, ഇനിയിപ്പം മിക്കവാറും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് പോലും അറിയത്തില്ല, അതുകൊണ്ട് ഉള്ള നേരത്തെ സ്ഥലം കഴിയായിരിക്കും, അതാ നിൽക്ക് നല്ലതെന്ന് പറയാണ്. ഇത് പറഞ്ഞിട്ട് അവരെ പേടിപ്പിക്കുകയാണ്. അവസാനം അവരങ്ങോട്ടേക്ക് പോവാ. ഈ സമയം ഉദയഭാനു പറഞ്ഞു, പിന്നെ നമ്മളോടാ കളിക്കാൻ വരുന്നത്. ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമല്ലേ, നാളെ മിക്കവാറും ഇതൊക്കെ എന്നെ കെട്ടിക്കുന്ന വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇത് ഇതിനേക്കാളും വലിയ നാണക്കേട് വേറെ ഉണ്ടാവാനുണ്ടെന്ന് ചോദിക്കാം. എന്റെ മോളെ, ഇതൊക്കെ വെറും ചീള് കേസ്, പോകാൻ പറ. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ പൈസ മേടിക്കും, അവർ വന്ന് ചോദിക്കും, നമ്മൾ തിരിച്ചു കൊടുക്കാനുണ്ടെ കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കത്തില്ല. മോൾ എന്നോർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറയാം. ഇതെത്ര നമ്മൾ കണ്ടിരിക്കുന്നു, നമ്മളോടാ കളി. നീ വാടി വിനോദിനും പറഞ്ഞു ഉദയഭാനു അകത്തേക്ക് അവിടെ കയറി പോവാണ്. ശ്രീദേവിക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായി തീരുമെന്ന്. പിന്നീട് വിനോദിന് വെള്ളം എടുക്കാൻ പോകും. അപ്പൊ കോളനി അല്ലേ, അപ്പൊ എല്ലാവർക്കും കൂടെ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വെള്ളം എടുക്കാണ്ടൊക്കെ ചെല്ലുമ്പോൾ 3-4 പേര് വെള്ളം എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. വിനോദിന് എന്ത് ചെയ്യണം, അവരുടെ ആ കുടമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വിനോദിന്റെ കുടം അങ്ങോട്ട് കയറ്റി വെക്കുക. പെട്ടെന്ന് അവർ ചോദിച്ചു, അതെ ഞങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതെന്ന് പറയാണ്. നിങ്ങൾ വെള്ളം എടുക്കാൻ വന്നാൽ നിങ്ങൾ ഞാൻ പിടിച്ചിട്ട് വെള്ളം പിടിച്ചാൽ മതി എന്ന് പറയാം. അത് എവിടുത്തെ ന്യായോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തി വിനോദിന്റെ കുടങ്ങൾ മാറ്റി വെക്കണം. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും കുടം മാറ്റി വെച്ച് ഉന്തും തള്ളുവായി. അവസാനം വിനോദിനെ കഴുത്തിന് ഒരുത്തിയും കയറി കുത്തിപ്പിടിക്കുകയാണ്. നീ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് വന്നിട്ട് കാര്യം കണ്ടുകൊണ്ട് പോവാതെ, ഞങ്ങൾ ഇവിടെ ഇതിനൊക്കെ തന്നെ നിൽക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അവസാനം കയ്യാങ്കളി കലാശിക്കുകയാണ്. ഈ സമയത്താണ് ഒച്ചയും ബഹളം കേട്ടറിഞ്ഞിട്ട് അങ്ങോട്ട് ശ്രീദേവി ഓടി വരുന്നത്. ശ്രീദേവി ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു കുടമൊക്കെ പറന്നു വരുന്നുണ്ട്. തന്റെ അമ്മ കൊണ്ടുവന്ന കുടം അങ്ങോട്ട് പറന്നു വരുവാണ്. പെട്ടെന്ന് ശ്രീദേവി ആ കുടം പിടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിനോദിനെ എല്ലാവരും കൂടെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്ന കാഴ്ചയെ കാണുന്നത്. ഇത് കണ്ടത് ശ്രീദേവിക്ക് സഹിച്ചില്ല. ശ്രീദേവി പെട്ടെന്ന് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അമ്മേനെ എങ്ങനെ തൊട്ടാണ്ടല്ലോ എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന കുടമൊക്കെ തട്ടി മാറ്റിയിട്ട് കൊണ്ടുവന്ന് കുടം അങ്ങ് എടുത്തു വെച്ചു. എന്നിട്ട് പൈപ്പ് തുറന്നു വെച്ചിട്ട് പറഞ്ഞു, അതെ ഈ കുടത്തേൽ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ തൊട്ട കൈ ഞാൻ വിട്ടു എന്ന് പറയാണ്. എന്നിട്ട് ആ കുടത്തിന് മുകളിലേക്ക് കാലങ്ങോട്ട് കയറ്റി വെച്ച് അങ്ങോട്ട് വെള്ളം പിടിക്കുകയാണ്. അത് കുടം അങ്ങോട്ട് ബലമായിട്ട് വെച്ചു. ചോടയുണ്ടെങ്കിൽ ആരുടെ ഈ കുടത്തിലേക്ക് തൊടാൻ പറയാം. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളോട് കളിക്കാൻ പറ്റില്ലെന്ന് പറയണം. അപ്പോഴേക്കും ഉദയഭാനും കൂടെ വന്നു. എന്താ കാര്യം ചോദിക്കാം. എന്റെ അച്ഛാ ഇത് കണ്ടില്ലേ, ദേ ഇവളുമാർക്കൊക്കെ വെള്ളം പിടിച്ചോണ്ട് ആദ്യം പോണെന്ന്, നമ്മൾ അവസാനം പോയാൽ മതി. ആണോ, നമ്മൾ ആരാന്ന് ഇവർക്ക് അറിയത്തില്ല. ശരിക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ മേലായിരുന്നു മോളെ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദേ ഉദയഭാനുടെ മക്കളോട് കളിച്ചിട്ടുണ്ടല്ലോ, നിന്നെയൊക്കെ അവൾ കളി പഠിപ്പിക്കുമെന്ന് പറയണം. ഈ സമയം
കൂടെ ഉണ്ടായിരുന്ന വേറെ ചേച്ചിമാർ ഇതുപോലെ ഇത് എവിടെ നിന്ന് വന്ന എന്റെ ദൈവമേ ഇതുപോലെ ഒന്നത്തിനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിനോദിന് പറഞ്ഞു, ഇതേ ഞങ്ങൾ പറയുന്നതിനപ്പുറം ഇവിടെ ഒരു വാക്കില്ല, അറിയാലോ. ഞങ്ങളുടെ എന്റെ ഭർത്താവിന്റെ മേത്ത് മേക്കിട്ട് കയറാൻ വന്നിട്ടുണ്ട്, ഒന്നിനെ വെറുതെ പെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിനോദിനെ അവിടെ കിടന്ന് തുള്ളിച്ചാടുകയാണ്. അവസാനം ശ്രീദേവി പറഞ്ഞു, കുടം നിറഞ്ഞുമ്പോ ബാ വെള്ളം എടുക്കും നമുക്ക് പോയേക്കാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കുടവും വെള്ളവും ഒക്കെ എടുത്തോണ്ട് ഉദയഭാനുവും കൂട്ടി വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുക ബാക്കിയുള്ള കോളനിയിലെ ആൾക്കാരൊക്കെ. അവർക്കറിയാം ഇവിടെ സ്വഭാവം മഹാ കച്ചറകളാന്നുള്ള കാര്യം. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു പറഞ്ഞു, അതെ ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല, അദ്ദേഹം വൈകാതെ തന്നെ കല്യാണം നടക്കാനുള്ള. അപ്പൊ അതിനു മുമ്പ് ഒരു പ്രശ്നങ്ങളൊന്നും ചെന്ന് ചാടിക്കൂടെന്ന് പറയാണ്. ഇനിയിപ്പം നാളെ എങ്ങാനും ബാലിന് അറിയുവാണെ തീർന്നു. കല്യാണത്തിന് മുമ്പ് നമ്മളെക്കുറിച്ചുള്ള ഒരു വിവരം ബാലിന് കിട്ടില്ലെന്ന് പറയാം. വിനോദന് പറഞ്ഞു, ഇനി പ്രശ്നമാകുമോ, നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയാനാ? കല്യാണം നടക്കുന്നോടം വരെ ഒരു ടെൻഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ ഉടനെ എൻഗേജ്മെന്റ്, അതിനുശേഷം കല്യാണം. പക്ഷെ ആ സമയത്തോട് നമുക്ക് ഇവിടുന്ന് മാറണമെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? എൻഗേജ്മെന്റ് ഒന്നും ഇവിടെ വെച്ച് ഒരിക്കലും നടത്താൻ പറ്റില്ല. ഇങ്ങോട്ടെങ്ങാനും വന്നാൽ അതോടുകൂടി തീർന്നു. അല്ലെങ്കിൽ നമ്മുടെ വീട് എൻഗേജ്മെന്റിന് പറ്റിയ വീടൊന്നുമല്ലോ. നമുക്ക് നല്ലൊരു വീട് വാടകയ്ക്കെടുത്ത് ഇവളുടെ കല്യാണം നടക്കുന്നോടം വരെ കഴിയുന്നോടം വരെ അവിടെ മാറി താമസിക്കണം. കാരണം ഇങ്ങോട്ട് ഒരു കാരണവശാൽ അവളെ കൊണ്ടുവരാൻ പറ്റില്ല. അവരിവിടെ വന്നിട്ടുണ്ട് നമ്മുടെ കള്ളക്കളികളെല്ലാം പൊളിയൂന്ന് പറയാണ്. ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, അത് ശരിയാച്ചാ, പക്ഷെ അതിന് പണം വേണ്ടേ? സംഘടിപ്പിക്കുക. ഈ അച്ഛനോടാണ് കളി. ഈ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? ഇത്രയും നാളും നമ്മൾ ഓരോ തരികിടകൾ ഇത് പിടിച്ചു നിന്നില്ലേ, പിന്നെ ഇനി എന്താ കുഴപ്പം? നീ ധൈര്യമായിട്ടിരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദയഭാനു ശ്രീദേവിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.